ചെങ്കതളി കൂമ്പിൽ ചെറുതുമ്പിയായി തേനുണ്ണുവാ. ആദ്യമായിട്ട് സ്റ്റേജിൽ പാട്ട് പാടിയത് 4 വയസ്സായപ്പോഴാണ്. ഞാൻ നഴ്സറിയിൽ പഠിക്കുമ്പോൾ അവിടെ പോയപ്പോൾ എനിക്ക് ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ ഒരു പേര് കിട്ടി, ദേവി എന്ന് പറഞ്ഞിട്ട്. ആ പേര് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്ന ദേവിയുടെ പേര് കിട്ടി എന്ന് ഓർക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. ലാലേട്ടന്റെ കൂടെ ടോപ്പ് സിംഗറിൽ ലാലേട്ടനുണ്ടായിരുന്നു. ആരാ മനസ്സിലായില്ല, ചെവി കേക്കില്ലേ ആരാന്ന്. ഒരു ദിവസം അമ്മ, ഒരു ഖുഷി ദീദി എന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ട്, ആ ചേച്ചിയുടെ അമ്മ ചോദിച്ചു എപ്പോഴാ വീട്ടിൽ പോകുന്നതെന്ന് ചോദിച്ചു. അപ്പം അമ്മ മൊത്തം ആക്ഷനാ, ആക്ഷനോട് ആക്ഷൻ. കുറച്ച് ഹിന്ദി, കുറച്ച് ഇംഗ്ലീഷ്, ബാക്കി ആക്ഷൻ. അങ്ങനെ അങ്ങ് പോയി. കൂടമുള്ള ചിരിയുള്ള കുയിലിന്റെ സ്വരമുള്ള. അപ്പൊ അവിടെ പോയിട്ട് ആദ്യമായിട്ട് യൂസ് ചെയ്തൊരു ഹിന്ദി വേർഡ് എന്തായിരിക്കും? ആദ്യമായിട്ട് യൂസ് ചെയ്തത് മാറ്റിക്കു. എന്ത് ചോദിച്ചാലും മാറ്റിക്കു, എന്ത് പറഞ്ഞാലും അച്ഛ അച്ഛ. നേഹു മാം ഒക്കെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ദൈവം എന്തെങ്കിലും ഒരു വരം വേണമെന്ന് ചോദിച്ചാൽ ഞാൻ ദേവീനെ പോലത്തെ മോളെ വേണം എന്നാണ് പറയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. என்ன கொஞ்சம் நேரம் இருந்தாதா என்ன அவசரம் என்ன അവസര ചൊല്ല് കണ്ണേ. ഇന്ന് നമ്മളുടെ കൂടെയുള്ളത് ഒരു കുട്ടി സെലിബ്രിറ്റി ആണ്. നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് മലയാളികളുടെ സ്ഥാനം ഉറപ്പിച്ച കോഴിക്കോടിന്റെ മണിമുത്ത് ദേവനശ്രീയ. ഹലോ. ഹലോ, സുഖാണോ? സുഖമായിട്ടിരിക്കുന്നു. ഇപ്പം വയ്യ ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു. ഞാൻ ഹോസ്പിറ്റലായിരുന്നു. ചെറിയൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ജലദോഷമൊക്കെ പിടിച്ച് ആകെ മൂക്കൊക്കെ അടഞ്ഞു പോയി. ഫുഡ് പോയ്സൺ ആയിരുന്നു? ഫുഡ് പോയ്സൺ ആയിരുന്നു. ഓക്കെ. അപ്പം അവിടെ പോയ സമയത്ത് എങ്ങനെ ലാംഗ്വേജും കാര്യങ്ങളൊക്കെ? അവിടെ പോയ സമയത്ത് ലാംഗ്വേജ് എനിക്ക് ആദ്യം ഒട്ടും അറിയില്ലായിരുന്നു. ഹിന്ദി എന്ന് പറഞ്ഞ സംഭവമേ എനിക്കറിയില്ലായിരുന്നു. ചേച്ചി കണ്ടിട്ടുണ്ടാവും, ഞാൻ എവിടെ നിന്നാണ് വരുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ടീക്കോ എന്ന് മാത്രം പറഞ്ഞിട്ട്. പിന്നെ പക്ഷെ അവിടെ നമ്മൾ ഫ്രണ്ട്സൊക്കെ ഭയങ്കര ഫാമിലി പോലെയായിരുന്നു. അപ്പോൾ അവർ പറയുന്ന കേട്ട് അവരോട് ഇങ്ങനെ കോൺവെർസേഷൻ മാതിരി പറഞ്ഞു ഇപ്പം നല്ല ഹിന്ദിയൊക്കെ നന്നായിട്ട് പക്കായിട്ട് അറിയും, നന്നായിട്ട് സംസാരിക്കും. ഇപ്പം അവിടെ നിന്നൊക്കെ കോണ്ടാക്ട് ചെയ്യാറുണ്ടോ? അവിടെ നിന്നൊക്കെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. ഇന്നലെ പിഹു ഒക്കെ വിളിച്ചപ്പോൾ, പിന്നെ ഇപ്പോൾ പിഹുവിനെ ഞങ്ങൾ അങ്ങോട്ട് മലയാളം പഠിപ്പിച്ചു. ഇപ്പം വിളിക്കുമ്പോൾ ഹലോ ദേവി ദേവി സുഖമാണോ എന്നൊക്കെ ചോദിക്കും. അവര് നമ്മൾ മലയാളം പഠിപ്പിച്ചു. ഓക്കെ. പിന്നെ അവിടുത്തെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അവിടുത്തെ എക്സ്പീരിയൻസ് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞാൻ ഹിന്ദി ഒട്ടും അറിയാതെ പോയിട്ട് ഇത്രയും വലിയൊരു ഷോയിൽ ഫൈനൽ വരെ എത്താന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. പിന്നെ നമ്മുടെ ക്യാപ്റ്റൻസും ജഡ്ജസും ഒക്കെ അത്രയും സപ്പോർട്ടീവാണ്. അവരെല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ നമ്മൾ പാരൻസ് ആയാലും കുട്ടികളായാലും എല്ലാവരും ഫാമിലി മാതിരിയായിരുന്നു. എല്ലാവരും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ്. 6 months അവിടെ അടിച്ചു പൊളിച്ചു. അപ്പൊ അവിടുത്തെ ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത്, നമുക്ക് നോർത്ത് ഇന്ത്യൻസിൻ്റെ ഫുഡ് ആയതുകൊണ്ട് നമുക്ക് അത്ര ഇതില്ലല്ലോ. അപ്പോൾ വീട്ടിലത്തെ ചോറൊക്കെ മിസ് ചെയ്യും. അപ്പോൾ എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് പോകും. പിന്നെ നമ്മുടെ അവിടെ ഞങ്ങളുടെ ഫുഡ് ഉണ്ടാക്കുന്ന ഞങ്ങളുടെ പേര് മഹാരാജ് എന്നാണ്. അപ്പോൾ ഞങ്ങൾ മഹാരാജി ഇന്ന് പനീർ വേണമെന്നൊക്കെ ഇങ്ങനെ വിളിച്ച് പറയും. അപ്പോൾ പനീറൊക്കെ ഉള്ള ദിവസം നല്ല സൂപ്പർ അടിപൊളിയാണ്. അപ്പോൾ അവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്തായിരിക്കും? അവിടുത്തെ നമ്മളിപ്പോൾ ഒരു ഫ്ലാറ്റ് മാതിരിയാണല്ലോ, അപ്പോൾ അവിടെ ഇടയ്ക്ക് പനീറൊക്കെ വയ്ക്കുമ്പം എല്ലാവരും നേരത്തേക്ക് വരും. ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല ടേസ്റ്റാണ്. ഓക്കെ. പിന്നെ അവിടുത്തെ ജഡ്ജസ് ഒക്കെ പിന്നെ വിളിച്ചിട്ടുണ്ട്, കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? ജഡ്ജസ് നേഹ മാം, അങ്ങനെ നേഹ മാം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇതൊക്കെ കമൻസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി സന്തോഷമായി. പിന്നെ ക്യാപ്റ്റൻസ് ഒക്കെ വിളിക്കാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്. ഇതുപോലെ അരുണിത ദീദി, പിന്നെ എൻ്റെ ക്യാപ്റ്റൻ ദാനിഷ് ഭയ്യ, എല്ലാവരും കോണ്ടാക്ട് ചെയ്യാറുണ്ട്. അപ്പം ഇൻസ്റ്റാഗ്രാമിന്റെ കാര്യം പറഞ്ഞ സമയത്ത് ഒരു കുഞ്ഞു സെലിബ്രിറ്റി ആണ് അല്ലേ? അപ്പൊ ആരാണ് ഈ ഇൻസ്റ്റാ അക്കൗണ്ട് ഒക്കെ മാനേജ് ചെയ്യാറ്? ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അമ്മ തന്നെ മാനേജ് ചെയ്യാറ്. മോള് വീഡിയോസ് എടുത്തു കൊടുക്കും, അല്ലെങ്കിൽ വീഡിയോ എടുക്കും, പോസ്റ്റ് ചെയ്യും. ഓക്കെ. റീൽസ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമാണോ? റീൽസ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. ഡാൻസ് കളിക്കും, ഞാൻ കണ്ടായിരുന്നു. അമ്മയും ചെറിയൊരു ഡാൻസ് ഒക്കെ കളിക്കും. അമ്മയും ഡാൻസറാണ്. അപ്പൊ ഞാനിങ്ങനെ, എനിക്ക് ക്ലാസിക്കൽ അത്ര പിടി ഇല്ലാത്തതുകൊണ്ട് ഡാൻസിൽ, പക്ഷേ നമ്മുടെ ബ്രേക്ക് ഡാൻസ് ഒക്കെ കളിക്കും. അപ്പോൾ അതിങ്ങനെ പിടിച്ചിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ആക്ഷൻസ് ഒക്കെ അടിപൊളിയാണ്. അപ്പൊ ഇനിയും ഡാൻസ് ഒക്കെ കളിക്കണം. ഇപ്പോഴാണല്ലോ ഒന്ന് ഫ്രീ ആയത്. ഇനി അടുത്ത ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ കിട്ടിയ പ്രോഗ്രാംസ് ഒക്കെ വരുന്നുണ്ട്, എല്ലാം ഇങ്ങനെ നോക്കണം.
ഇപ്പൊ വയ്യാതെയായി. അതാ ഇനി അടുത്ത പ്രോഗ്രാമിന് അടുത്ത പ്രോഗ്രാം ഓണത്തിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലെ? മോളെ ഞാൻ ഈ ന്യൂസ് ചാനലിൽ കണ്ടിട്ടുണ്ടായിരുന്നു, കുറച്ചുകൂടെ കുഞ്ഞിതാവുന്ന സമയത്ത് ഒരു പ്ലാവില്ലയുടെ കഞ്ഞിയും കറി കളിക്കുന്ന സമയത്ത്. ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് അത്. ഞാൻ ഒരു ദിവസം ഈ മഴക്കാലത്താകുമ്പോൾ നമുക്ക് കളിക്കാൻ നല്ല രസമാണല്ലോ, അപ്പം ഞാൻ ടെറസിൻ്റെ മുകളിൽ ഇരുന്നിട്ട് കിച്ചൺ സെറ്റ് വെച്ചിട്ട് നമ്മൾ പ്ലാവിലൊക്കെ വെട്ടിക്കൊണ്ട് ഒരു പാട്ട് പാടിയതാണ്, ശ്രീരാഗം. അപ്പോൾ അത് അമ്മ വെറുതെ ഫോണിൽ പിടിച്ചിട്ട് സ്റ്റാറ്റസ് വെച്ചതാണ്. അപ്പോൾ തന്നെ ഇച്ചിരിയുടെ കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും അത് FB-യിൽ ഇതാരാണ് FB-യിൽ ഇട്ടതെന്നൊന്നും അറിയില്ല. പിന്നെ കഴിഞ്ഞപ്പോഴത്തേനും പേളി ചേച്ചി വിളിച്ചു, പിന്നെ നമ്മുടെ പക്രുവങ്ങൾ വിളിച്ചു, ഒത്തിരി സെലിബ്രിറ്റീസൊക്കെ വിളിച്ചു, പിന്നെ ന്യൂസ് ചാനലിലൊക്കെ വന്നു. അങ്ങനെ ഓക്കെ. പക്രുചേട്ടന് പറഞ്ഞ സമയത്താണ് ഞാൻ വീട്ടിലൊരു ഫോട്ടോ കണ്ടു. അത് ആ സമയത്ത് നമ്മുടെ ടോപ്പ് സിംഗറിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും പക്രുചേട്ടനായിട്ട് 2-3 സ്കിറ്റൊക്കെ ചെയ്തിട്ടുണ്ട്, കോമഡി ആയിട്ടുള്ള. അപ്പോൾ പക്രുചേട്ടനായിട്ട് നല്ല ഇതാണ്. അതേപോലെ ലാലേട്ടന്റെ കൂടെ ടോപ്പ് സിംഗറിൽ ലാലേട്ടന് വന്നിട്ടുണ്ടായിരുന്നു. കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതോ? ആ ഡയലോഗൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാലേട്ടന്. ഓക്കെ. ആ ഒരു പ്ലാവിലൊക്കെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് 2 വരി. ഓക്കെ. പ്ലാവില പൊൻതളികയിൽ പാൽ പായസ ചോറുണ്ണുവാൻ പിന്നെയും പൂപ്പൈതലായി കൊതി തുള്ളി നിൽക്കുവതെന്തിനോ ചെങ്കതളി കോവിൽ ചെറുതുമ്പിയായി തേനുണ്ണുവാൻ കാറ്റിനോടു കെഞ്ചി ഒരു നാട്ടുമാങ്കനി വീട്ടുവാൻ ഇനിയുമേ കഥകളിൽ കളിയാടാൻ മോഹം ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതണ്ടിൽ. ഓക്കെ, അടിപൊളി. അപ്പം ഈ ഒരു പാട്ടിലൂടെ ആയിരുന്നോ നമ്മൾ ഈ ഒരു ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങാനുള്ള മെയിൻ റീസൺ, അല്ലെങ്കിൽ അതിന് മുന്നേ ഓഡിഷൻസും പാട്ടില് ഇല്ല, ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ പാട്ട് പാടിയത് 4 വയസ്സായപ്പോഴാണ്. ഞാൻ നഴ്സറിയിൽ പഠിക്കുമ്പോൾ. അത് ഏത് പാട്ടായിരുന്നു ഓർമ്മയില്ല, അത് ഞാൻ ടോപ്പ് സിംഗറിൽ പാടിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പം ഞാൻ ബസ്സിലൊക്കെ കുഞ്ഞിതായിരിക്കുമ്പോൾ ബസ്സിലൊക്കെ പോകുമ്പോൾ ബസ്സിൽ പാട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ കേട്ടിട്ട് പിന്നെ വീട്ടിലെത്തുമ്പോഴത്തേക്കും ആ ട്യൂണൊക്കെ മനസ്സിലിങ്ങനെ ഓർത്ത് വെച്ചിട്ട് വരികളൊക്കെ ഇങ്ങനെ പാടും. അപ്പോഴാണ് അമ്മയും അച്ഛനും ചെറുതായിട്ട് പാടുന്നുണ്ടെന്നുള്ളൊരു ഇത് വെച്ചത്. പിന്നെ ഇങ്ങനെ ആദ്യമായിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിയത് ഇങ്ങനെയാണ്, ഈ പ്ലാവില ഈ പാട്ടിലൂടെ. പാട്ട് പഠിക്കുന്നുണ്ടോ? പാട്ട് പഠിക്കുന്നുണ്ട്, പക്ഷെ കണ്ടിന്യൂറ്റി ഇല്ല. ഇതേമാതിരി ഷോസ് ഒക്കെ വരുമ്പോഴേ അപ്പോൾ നിർത്തിപ്പോവും. അങ്ങനെ ഇപ്പോൾ ടോട്ടൽ ഒരു 2-3 വർഷമായിട്ട് പഠിക്കുന്നുണ്ട്, പക്ഷെ എന്നാലും ചെറിയ ഗ്യാപ്പ് വരും. ഓക്കെ. പിന്നെ ടോപ്പ് സിംഗർ ഇപ്പൊ ഏകദേശം 2.5 കൊല്ലമായല്ലോ കഴിഞ്ഞിട്ട്. അപ്പൊ അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരിക്കും? അവിടുത്തെ എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെയാണെങ്കിൽ ഇതേമാതിരി കൊറോണ ടൈം അല്ലായിരുന്നു, അപ്പോൾ അവിടെ ഞങ്ങൾ 2.5 വർഷം റൂമിൽ തന്നെയായിരുന്നു, പുറത്തൊന്നും പോകാൻ പറ്റില്ല. ഫുള്ള് റൂമിൽ അടച്ചിട്ടിട്ട് പാട്ട് പഠിച്ച് അങ്ങനെ ഇരിക്കും. ഓക്കെ. ഇപ്പം മോള് 8ാം ക്ലാസ്സിലല്ലേ പഠിക്കുന്നത്? അപ്പൊ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ക്ലാസ്സസ് ഒത്തില്ല, ഞാനിങ്ങനെ ഓൺലൈൻ ക്ലാസ് കാണുന്നേ ഉള്ളൂ. സ്കൂളിലൊന്നും പോകാൻ പറ്റുന്നില്ല, ഇനിയിപ്പോൾ പോയി തുടങ്ങണം. അങ്ങനെ ഓക്കെ. ടീച്ചേഴ്സൊക്കെ വിളിക്കാറുണ്ട്, പറയുന്നു കുഴപ്പമൊന്നുമില്ല, പാട്ടൊക്കെ കാണാറുണ്ട്. നോട്ട്സൊക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ അയച്ചു തരുമ്പോൾ അതൊക്കെ ഇരുന്ന് ചെയ്തു. എങ്ങനെയാ സ്കൂളിൽ പോകുന്ന സമയത്ത് ഒരുപാട് ഫാൻസ് ഒക്കെ ഉണ്ടോ? സ്കൂളിൽ പോകുന്ന സമയത്ത് ഫ്രണ്ട്സൊക്കെ വന്നിട്ട് പറയും നന്നായിട്ട് പാടിയിട്ടുണ്ട്, കാണാറുണ്ട് എന്നൊക്കെ പറയും. ടീച്ചേഴ്സ് ഒക്കെ ഭയങ്കര സപ്പോർട്ടാണ്. ഓക്കെ. അപ്പൊ പാരന്റ്സിൽ അമ്മയാണോ അച്ഛനാണോ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് മോളെ? രണ്ടുപേരും ഭയങ്കര സപ്പോർട്ടാണ്, രണ്ടുപേരും. ഓക്കെ. അവിടെ പോയിട്ട് ഇപ്പൊ നമ്മൾ നോർമലി വീട്ടിലൊക്കെ മലയാളമാണല്ലോ സംസാരിക്കുക, അപ്പൊ അവിടെ പോയിട്ട് ആദ്യമായിട്ട് യൂസ് ചെയ്തൊരു ഹിന്ദി വേർഡ് എന്തായിരിക്കും? ആദ്യമായിട്ട് യൂസ് ചെയ്തത് മാറ്റിക്കു. ഏറ്റവും ആദ്യം ഞാൻ ഉപയോഗിച്ചു എന്ത് ചോദിച്ചാലും മാറ്റിക്കു, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് പിന്നെ അച്ഛ, എന്ത് പറഞ്ഞാലും അച്ഛ അച്ഛ, അത് മാത്രമായിരുന്നു. പിന്നെ ഫ്രണ്ട്സൊക്കെ ആകുമ്പോൾ പിന്നെ നമുക്ക് ഹിന്ദി പറയാതെ പറ്റൂലല്ലോ, അപ്പം എല്ലാവരും ഇരുന്ന് കഥ പറയുമ്പം നമ്മൾ മാത്രം മാറിയിരിക്കുമ്പോൾ ഒരു ഇതല്ലേ. അപ്പോൾ പിന്നെ അവരുടെ കൂടി പറഞ്ഞ് കേട്ട് ഞാൻ നല്ല പഠിച്ചു. പക്ഷെ അമ്മ ഇപ്പോഴും കോമഡിയാണ്. ഒരു ദിവസം അമ്മ ഒരു ഖുഷി ദീദി എന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ട്, ആ ചേച്ചിയുടെ അമ്മ ചോദിച്ചു എപ്പോഴാണ് വീട്ടിൽ പോകുന്നതെന്ന് ചോദിച്ചു. അപ്പം മേ ഗർ
അമ്മ മൊത്തം ആക്ഷനാ, ആക്ഷനോട് ആക്ഷൻ. എന്നിട്ട് പറഞ്ഞു ഇനിയിപ്പോൾ അയ്യോ വീട്ടിൽ പോയി ഞാനിങ്ങനെ ആക്ഷൻ ഇട്ട് ഫോണിൽ കൂടെ പറയുന്നൊക്കെ ചോദിച്ചിരിക്കും. ഫോൺ വിളിച്ചാൽ എന്ത് ചെയ്യൂല? അതാ. പക്ഷെ ഇന്നലെ ഇപ്പൊ പറയും ഫുഡ് കഴിച്ചോ, എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കും. അപ്പോൾ എല്ലാവർക്കും അയ്യോ ദേവിയുടെ അമ്മ ഹിന്ദിയൊക്കെ പഠിച്ചു എന്നൊക്കെ പറയും. എന്നാൽ നമുക്ക് കുറച്ച് ഹിന്ദിയിൽ സംസാരിച്ചാലോ? മീൻസ് എനിക്ക് ഹിന്ദി അറിയില്ല, മോള് സംസാരിച്ചാൽ മതി, എനിക്ക് മനസ്സിലാവായിരിക്കും. अच्छा ओके ഓക്കെ, कैसे हो आप? मैं ठीक हूँ, तू? मैं भी ठीक हूँ. आप इंटरव्यू करते हो? इससे पहले പറ്റോനെ करते പെട്ട്. എനിക്ക് മനസ്സിലായി, പക്ഷെ എന്താ പറയണ്ടെന്നറിയില്ല. ഓക്കെ, കുറച്ചും കൂടെ എന്തെങ്കിലും ഹിന്ദിയിലൊക്കെ സംസാരിക്കാം. हाँ समझे क्या. ഓക്കെ. आप कैलकट में कहाँ रहते हो? പാലാഴിമേ पलाड़ी में बारिश होती है. മഴയില്ലേ? ബാരിഷ് എനിക്കറിയാം. ഓ, കുറച്ച് थोड़ा थोड़ा. ഓക്കെ. हाँ അതെനിക്കറിയുന്നു. ആദ്യം थोड़ा 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 थोड़ा. അതറിയായിരുന്നു ആദ്യം. ആദ്യത്തെ അറിയുന്ന മൂന്ന് വാക്ക് അച്ഛാ मैं ठीक हूँ थोड़ा थोड़ा. അത് വെച്ചിട്ട് 6 മാസം അടിച്ചു പൊളിച്ചു. അല്ല പിന്നെ പിന്നെ പഠിച്ചു. എത്ര കുറെ ടൈം എടുത്ത പഠിക്കാനായിട്ട്? ഇല്ല അങ്ങനെ ടൈം എടുത്തിട്ട് ഒരു 1-2 ആഴ്ച കൊണ്ടൊക്കെ കുറച്ച് പിന്നെ നമ്മൾ പറയാൻ തുടങ്ങി. ഓക്കെ. അവിടെ പോയിട്ട് ഹിന്ദി പിള്ളേരെ നമ്മൾ മലയാളം പഠിപ്പിച്ചു. പഠിപ്പിച്ചു. ബിഹുവിനെ പഠിപ്പിച്ചു. ബിഹു ഇപ്പൊ രാത്രി റൂമിൽ വരാറുണ്ട് ഇടയ്ക്ക്. അപ്പൊ അച്ഛനെ വിളിച്ചിട്ട് അവളാ സംസാരിക്കുന്നത്. ദേവി ദീദി സുഖം, ദേവി ദീദിന്റെ അച്ഛന് സുഖമാണ്, മഴയുണ്ടോ, ഭക്ഷണം കഴിച്ചൊക്കെ ചോദിക്കും. ഓക്കെ. അപ്പം അവിടെ പോയിട്ട് നമ്മൾ ഹിന്ദിയും പഠിപ്പിച്ചു. ഹിന്ദിയും മലയാളം ഒക്കെ പഠിപ്പിച്ചു. സോറി, മലയാളം പഠിപ്പിച്ചു. പിന്നെ ഒരു ദിവസം അമ്മയ്ക്ക് ഉപ്പ് വേണമായിരുന്നേ. അപ്പോൾ അമ്മ ഉപ്പ് എടുക്കണം എന്ന് പറയുന്ന സ്ഥാനത്ത് എന്നെ എടുക്കണം എന്ന് പറഞ്ഞു ഹിന്ദിയിൽ. അപ്പോൾ അവരെല്ലാവരും അച്ഛന്മാർ അയ്യോ അങ്ങനെ പറയാൻ പാടില്ല എന്നൊക്കെ. ഓക്കെ. അപ്പോൾ ഒരുപാട് മറക്കാനാവാത്ത മെമ്മറീസ് ഉണ്ടാവില്ലേ അവിടെ? ഓക്കെ. സത്യം പറഞ്ഞാൽ നമുക്കൊരു പ്രൗഡാണ്. കാരണം ഇവിടുന്ന് പോയിട്ട് നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് മുൻനിരയിൽ എത്തുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഇവിടുന്ന് പോകുന്ന സമയത്ത് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ആവുന്നു? ഒട്ടില്ല. അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞത് തന്നെ നമ്മൾ ജസ്റ്റ് മുംബൈ കറങ്ങാൻ വേണ്ടി പോവാണ്, അങ്ങനെ മാത്രം വിചാരിച്ചാൽ മതി. അത് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അതൊരു വിഷമമല്ലേ. അപ്പം ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. ഇങ്ങനെ വെറുതെ മുംബൈ കറങ്ങാനായിട്ട് പോകുന്നു. ആ സമയത്തും എനിക്ക് ഹിന്ദി പാട്ടിനെ പറ്റി അത്ര അറിവൊന്നുമില്ലായിരുന്നു. ഒരു 4-5 പാട്ടൊക്കെ അറിയാം. പിന്നെ ആ സമയത്ത് ഓഡിഷൻ്റെ ടൈം ആയതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ പാട്ടുകൾ കേൾക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഒത്തിരി പാട്ടുകളൊക്കെ കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഇങ്ങനെ ഹിന്ദിയും അറിയില്ല. അപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. പിന്നെ അവിടെ പോയി എൻ്റെ ആദ്യത്തെ പാട്ട് തേരെ മേരെ ബീച്ച് മേ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ക്യാപ്റ്റൻസൊക്കെ സ്റ്റേജിൽ വന്നു, എല്ലാവരും ഇമോഷണലായി. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇച്ചിരി കോൺഫിഡൻസ് ലെവലൊക്കെ കൂടി. കാരണം നമുക്കും ഹിന്ദി പാട്ട് നന്നായിട്ട് പാടാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം വന്നു. പിന്നെ വേർഡ്സിൻ്റെ ആ ഫസ്റ്റ് ടൈം ആണല്ലോ, അപ്പോൾ വേർഡ്സിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഗ്രൂമേഴ്സൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഓരോരോ കുറച്ച് കട്ടി വേർഡ്സൊക്കെ വരുമ്പോൾ അവരൊക്കെ ഇന്ന് പറഞ്ഞു തരും. അങ്ങനെ നല്ലൊരു ഇതായിരുന്നു. അപ്പോൾ ആ ഓഡീഷനിൽ പോയിട്ട് ആദ്യം പാടിയ ആ ഒരു പാട്ടൊന്ന് പാടാൻ പറ്റും? तेरे मेरे बीच में, तेरे मेरे बीच में कैसा है बंधन अनजाना, कैसा है बंधन अनजाना, मैंने नहीं जाना तूने नहीं जाना, तेरे मेरे बीच में कैसा है बंधन अनजाना. അടിപൊളി, ഒന്നും പറയാനില്ല. കാരണം ആ ഒരു ഫീൽ നമുക്കും കിട്ടുന്നുണ്ട്. അടിപൊളിയായിട്ട് പാടുന്നുണ്ട്. ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. ഓക്കെ. പിന്നെ അവിടെ ഓഡീഷന് പോയി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇത് എങ്ങനെയായിരുന്നു അറിഞ്ഞത് ഇങ്ങനെ ഒരു ഓഡീഷൻ്റെ കാര്യങ്ങളൊക്കെ? ഈ സൂപ്പർ സ്റ്റാർ സിംഗർ ഓഡീഷൻ്റെ ഫസ്റ്റ് ഓഡീഷൻ്റെ ഏറ്റവും ലാസ്റ്റ് ഡേ ആണ് ഞങ്ങളത് അറിയുന്നത്. അതും എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അച്ഛൻ രാത്രിയാണ് വിളിച്ച് പറയുന്നത്. 9 മണിക്ക് ഉള്ളിലെങ്ങാണ്ട് അയച്ചു കൊടുക്കണം, വെറുതെ അയച്ചു കൊടുത്തോന്ന്. അപ്പോഴത്തേന് സമയം 8:30 എങ്ങാണ്ടായി. അപ്പോൾ നമുക്ക് പ്രതീക്ഷ ഒന്നുമില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് എനിക്കാണെങ്കിൽ ഹിന്ദി പാട്ടും അറിയില്ല. ഒരു 2 പാട്ട്, മിനിമം 2 പാട്ടേ അറിയില്ല. അപ്പോൾ ആ 2 പാട്ട് വെച്ച് അയച്ചു കൊടുത്തു. അങ്ങനെ അവർ രണ്ടാമത്തെ ഓഡീഷന് വിളിച്ചു, ഫോണിലൊക്കെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു, എത്രത്തോളം നമുക്ക് സംസാരിക്കാൻ അറിയുന്ന. അപ്പോഴത്തേക്കും ഞാൻ ഇച്ചിരി ഉള്ള വേർഡ്സൊക്കെ അറിഞ്ഞു വെച്ചു. വിളിക്കുമെന്ന് അറിഞ്ഞപ്പോഴത്തേനും ഗൂഗിളിലൊക്കെ നോക്കി ഇച്ചിരി വേർഡ്സൊക്കെ പറഞ്ഞു വെച്ച്
അങ്ങനെ പഠിച്ചു. ഓക്കെ, പിന്നെ അവിടുത്തെ ജഡ്ജസിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ജഡ്ജ് ആരായിരിക്കും? നമുക്ക് 5 ക്യാപ്റ്റൻസ് ഉണ്ട്. 5 പേരും ഭയങ്കര സ്നേഹമാണ്. പിന്നെ നമ്മൾ ഓരോരോ ക്യാപ്റ്റനിലെ കുട്ടികളെ മാത്രം പഠിപ്പിക്കുക അങ്ങനെയൊന്നുമില്ല. ആരെ കണ്ടാലും എന്തുണ്ടെങ്കിലും വിളിച്ചിരുത്തി ഇങ്ങനെ കറക്റ്റ് ചെയ്യാനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. എല്ലാ ക്യാപ്റ്റൻസും നല്ല സപ്പോർട്ടാണ്. ഓക്കെ, സൂപ്പർ സ്റ്റാർ സിംഗറിലൊക്കെ പോയിട്ട് ഫസ്റ്റ് റണ്ണറപ്പ് ആയല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് തിരിച്ചു വന്നതിന് ശേഷം MG അങ്കിളോ അല്ലെങ്കിൽ MG അങ്കിളോ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഉണ്ട്. MG അങ്കിള് മധു അങ്കിളൊക്കെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ എൻ്റെ പാട്ടൊക്കെ യൂട്യൂബിൽ കാണുമ്പോൾ അയച്ചു തന്നിട്ട് ഭയങ്കര അഭിമാനം തോന്നുന്നു. കാരണം ടോപ്പ് സിംഗറിൽ നിന്ന് വന്നതാണല്ലോ. അപ്പോൾ ആ സമയത്ത് MG അങ്കിൾ എനിക്ക് ഇഞ്ചി കുഞ്ചി എന്നൊക്കെ ഉള്ള പേരൊക്കെ ഇട്ട്, അപ്പോൾ അവരും ഒത്തിരി മെസ്സേജൊക്കെ അയക്കാറുണ്ട്. നന്നായിട്ട് പാടുന്നുണ്ട്, നല്ല അഭിമാനമാണ് എന്നൊക്കെ പറഞ്ഞ് MG അങ്കിൾ എപ്പോഴും മെസ്സേജ് അയക്കാറുണ്ട്. മധു അങ്കിളുടെ വൈഫും ഒക്കെ മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അവർ നമ്മൾക്ക് ഇങ്ങോട്ട് പാട്ടിൻ്റെ ഇതൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇവിടെ ഇഞ്ചി കുഞ്ചി എന്ന് പേരിട്ടി. അപ്പോൾ അവിടെ പോയപ്പോൾ എന്തായിരുന്നു പേര്? അവിടെ പോയപ്പോൾ എനിക്ക് ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ ഒരു പേര് കിട്ടി, ദേവി എന്ന് പറഞ്ഞിട്ട്. ദേവി, അത് ആ പേര് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്ന ദേവിയുടെ പേര് കിട്ടിയെന്ന് ഓർക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. പിന്നെ അവിടെ എല്ലാവർക്കും ദേവിയായി. പിന്നെ എനിക്ക് ഭയങ്കര പാട്ടൊക്കെ കേട്ടുമ്പോൾ ചില ടെൻഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്തൊക്കെ പോയി പറയുമ്പോൾ ദേവി എന്നല്ലേ പേര്, അപ്പോൾ ആ ആൾ കൂടെ ഉണ്ടാവും, എന്തിനാ പേടിക്കുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതും ദേവി എന്നുള്ള പേര് കിട്ടി, അതും ഭയങ്കര സന്തോഷമുള്ളത്. ഇപ്പം അവിടെ പോയ സമയത്ത് ഹിന്ദി അത്ര ഫ്ലുവൻ്റ് അല്ലല്ലോ. അപ്പം എന്താ പറയുക, നമ്മൾ പാടുന്ന സമയത്ത് ഈ ഒരു ഭാവം കാര്യങ്ങളൊക്കെ വരണമല്ലോ. അപ്പം എങ്ങനെയാണ് മോളത് ചെയ്തത്? അത് ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് ആദ്യം അവർ ഹിന്ദിയിൽ പാട്ട് എഴുതണം എന്ന് നിർബന്ധം അവിടെ. അപ്പോൾ ഇംഗ്ലീഷിൽ എഴുതിയാലും കുഴപ്പമില്ല, പക്ഷെ എന്നാലും ഹിന്ദിയിൽ എഴുതുമ്പോൾ കുറച്ചുകൂടെ നമുക്കൊരു സുഖമാണല്ലോ. നമ്മൾ ഹിന്ദി എഴുതി പഠിക്കുകയും ചെയ്യും. പിന്നെ ആദ്യം എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു വായിക്കാൻ, പിന്നെ റെഡിയായി. ഇപ്പോൾ ഹിന്ദിയിൽ തന്നെ പാട്ട് എഴുതിയിട്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്യും. ഇങ്ങനെ ഹിന്ദിയിലുള്ള ലൈൻസ് നേരെ ട്രാൻസ്ലേറ്റ് ആയിട്ട് ഇംഗ്ലീഷിൽ വരുമല്ലോ. അപ്പോൾ ഇംഗ്ലീഷിൽ വായിച്ചിട്ട് അതിൻ്റെ എക്സ്പ്രഷൻസ് ഒക്കെ ഇട്ടിട്ട് പാടും. പിന്നെ ആവിർഭാവ് ടോപ്പ് സിംഗറിൽ ഓൾറെഡി ഉള്ള കുട്ടിയായിരുന്നു. അപ്പോൾ അവിടെ പോയ സമയത്ത് അറിയുമായിരുന്നോ? അവിടെ പോയ സമയത്ത് അറിയത്തില്ലായിരുന്നു. കാരണം ഞാൻ സീസൺ 2-ലായിരുന്നു, ആവിർഭാവ് സീസൺ 3-ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ തമ്മിൽ അങ്ങനെ കോണ്ടാക്റ്റ് ഒന്നും ഇല്ലായിരുന്നു. സൂപ്പർ സ്റ്റാർ സിംഗറിൽ പോയതിന് ശേഷമാണ് ഞങ്ങൾ ശരിക്കും ഒന്ന് പരിചയപ്പെടുന്നത്. പിന്നെ ഇപ്പം നല്ല കമ്പനിയാണ്. ഓക്കെ, അവിടെ പാടിയതിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതായിരിക്കും? അയ്യോ, അങ്ങനെ ചോദിച്ചാൽ എല്ലാ പാട്ടും ഒത്തിരി ഇഷ്ടമാണ്. എല്ലാ പാട്ടും ഇഷ്ടമാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു പാട്ടുണ്ടാവുമല്ലോ? അങ്ങനെയില്ല, എന്നാലും ഞാനൊരു പാട്ടെന്നാലും പാടാം. ഓക്കെ, പാടിക്കും. हमारी गज़ल है तस्वर तुम्हारा, तुम्हारे बिना न जीना गवारा, तुम्हें यूं ही चाहेंगे, तुम्हें यूं ही चाहेंगे जब तक है दम, बहुत प्यार करती है तुमको सनम, बहुत प्यार करती है तुमको सनम. അടിപൊളി. മോള് സ്റ്റാർട്ടിങ്ങില് പറഞ്ഞിട്ടുണ്ടായിരുന്നു സൗണ്ടൊക്കെ പ്രശ്നമാണ്, ജലദോഷമാണെന്നൊക്കെ. പക്ഷെ നമ്മൾ അതൊന്നും അറിയുന്നില്ല. ജലദോഷം ആകുമ്പോൾ ഇച്ചിരി നമ്മളെ ത്രോട്ട് നമ്മുടെ കൺട്രോൾ കിട്ടില്ല. അപ്പം ഇച്ചിരി കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഞാൻ വന്ന സമയത്ത് തന്നെ ചോദിക്കാൻ വിചാരിച്ചൊരു കാര്യമാണ്, കയ്യിൽ മൈലാഞ്ചി ഒക്കെ ഇട്ടല്ലോ, ആരായിട്ടെന്ന്? അയ്യോ, അത് ഞാൻ ഇന്നലെ വെറുതെ ഇരിക്കുമ്പോൾ ആ ചളവുകളായിട്ടോ. വരയ്ക്കോ? ഇച്ചിരി വരയ്ക്കും. ഞാൻ വരച്ച പിക്ചേഴ്സ് ഉണ്ട്. കാർട്ടൂൺ ക്യാരക്ടേഴ്സിനെ വരയ്ക്കും. ഏറ്റവും ഇഷ്ടപ്പെട്ട കാർട്ടൂൺ ക്യാരക്ടർ ഏതാ? ടോം ആൻഡ് ജെറി. വരച്ചിട്ടുണ്ടോ? വരച്ചിട്ടുണ്ട്. പക്ഷേ അത് ഞാൻ നമ്മുടെ സ്കൂളിൽ ഡ്രോയിങ്ങിന് മത്സരം ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ സമയത്ത് എനിക്ക് വരയ്ക്കാൻ അന്നൊരു പ്രോഗ്രാമായിരുന്നു. അപ്പോൾ പറഞ്ഞു വരച്ച ഏതെങ്കിലും കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഏറ്റവും നന്നായിട്ട് വരച്ചാണായിരുന്നേ. അപ്പോൾ അത് കൊടുത്തപ്പോൾ പിന്നെ അവർ തിരിച്ചു തന്നില്ല, അവിടെ തന്നെ വെച്ച്. അപ്പോൾ അത് പോയി. അപ്പോൾ സകലകലാ വല്ലഭിയാണ്. ഡാൻസ് കളിക്കും, ചിത്രം വരയ്ക്കും. വേറെ എന്തെങ്കിലും എക്സ്ട്രാ കഴിവുകൾ? വേറെ അങ്ങനെയൊന്നുമില്ല.
ഞാൻ വീട്ടിൽ നിന്ന് ഒരുപാട് ഫോട്ടോസ് കണ്ടു മോളെ വരച്ചത്. അത് ഗിഫ്റ്റ് തരുന്നതാണ്. അത് ഒരുപാട് പേരിങ്ങനെ വരച്ചിട്ട് ഗിഫ്റ്റ് ഒക്കെ തരാറുണ്ട്. അതേപോലെ ഒരുപാട് ട്രോഫി കണ്ടു. അതൊക്കെ ഇങ്ങനെ ഓരോ പ്രോഗ്രാംസിൽ, നാട്ടിലത്തെ പ്രോഗ്രാംസ് എങ്ങനെയൊക്കെയാ പ്രോഗ്രാംസ്? നാട്ടിലുള്ള പ്രോഗ്രാംസ് ഉണ്ടാവും, പിന്നെ നമ്മുടെ വേറെ വേറെ ജില്ലകളിലൊക്കെ ഉണ്ടാവും. ഇതുവരെ ഞാൻ ഇന്ത്യക്ക് പുറത്തോട്ട് പോയിട്ടില്ല, പ്രോഗ്രാംസ് ഒക്കെ വന്നിട്ടുണ്ട്, അങ്ങനെ പോവും. ഓക്കെ, എന്തായാലും ഒരുപാട് മുന്നിലേക്ക് എത്തട്ടെ. ഓക്കെ, സൂപ്പർ സ്റ്റാർ സിംഗറിൽ പോയ സമയത്ത് മോൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എവിടെ നിന്നായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? സൂപ്പർ സ്റ്റാർ സിംഗറിന് പോയ സമയത്ത് ഞാൻ അതിന് മുന്നേ ടോപ്പ് സിംഗറിലുണ്ടായിരുന്നു. അപ്പോൾ അത് ടോപ്പ് സിംഗർ നമ്മുടെ കേരളത്തിൻ്റെ ഷോ ആയിരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഒരുപാട് മലയാളി ഫാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓൾ കേരള ഫാൻസ് അസോസിയേഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ ആ മലയാളി ഫാൻസ് എന്നെ ഇപ്പോഴും അതേപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരെനിക്ക് കീബോർഡും വയലിനൊക്കെ ഗിഫ്റ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ആ ഒരു സപ്പോർട്ട് ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അതിന് ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. പിന്നെ ഇപ്പോൾ വന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അവർ മാത്രമല്ല, പുറത്തുനിന്നും ഒത്തിരി പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇപ്പോൾ പശ്ചിമ ബംഗാൾ, ഇങ്ങനെ ശ്രീലങ്ക, അവിടെ നിന്നൊക്കെ ഒരുപാട് മെസ്സേജൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പം എന്ന് പറയുന്നത് എനിക്ക് മലയാളി ഫാൻസ് അസോസിയേഷൻ അവരും ഉണ്ട്. പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് പുറത്തുനിന്ന് ഒത്തിരി പേര് മെസ്സേജൊക്കെ അയക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ്, ഹാപ്പിയാണ്. ഓക്കെ, അപ്പം മോൾക്ക് അവിടെ പോയ സമയത്ത് ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് ആരായിരിക്കും? എല്ലാവരും ബെസ്റ്റ് ഫ്രണ്ട്സാണ്. പക്ഷേങ്കിൽ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവുന്നത് പിഹു ആണ്. പിഹുവും പിന്നെ ഖുഷി ദീദിയും. പക്ഷേ കുറച്ചുകൂടെ എൻ്റെ കൂടെ ഉണ്ടാവുന്നത് പിഹു ആണ്. എപ്പോഴും ഷൂട്ടൊക്കെ കഴിഞ്ഞ ദിവസം മൊത്തം എൻ്റെ റൂമിലാണ്. ഞങ്ങൾ ശരിക്കും സിസ്റ്റേഴ്സിനെ പോലെയാണ്, ഭയങ്കര സ്നേഹമാണ്. പിന്നെ ഇടയ്ക്ക് ഞാനൊക്കെ വാരിയൊക്കെ കൊടുക്കാറുണ്ട്, അത്രയ്ക്കും ഭയങ്കര സ്നേഹമാണ്. പിന്നെ ഖുഷി ദീദി എപ്പോഴും ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞാൽ ഖുഷി ദീദിൻ്റെ റൂമിലൊക്കെ പോയി ഇരുന്ന് ഫുള്ള് കഥയായിരിക്കും. അന്നൊരു ദിവസം മൊത്തം കഥ പറച്ചിലൊക്കെ ആയിരിക്കും. അങ്ങനെ ഇവർ രണ്ടുപേരായിട്ട് ഞാൻ കുറച്ചുകൂടെ ഫ്രണ്ട്സാണ്. അപ്പം മോൾക്ക് അവരാണോ കൂടുതൽ ഫ്രണ്ട്സ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിലെ പിള്ളേരാണോ കൂടുതൽ ഫ്രണ്ട്സ് ആയിട്ടുള്ളത്? അവരെ തന്നെയാണ്. കാരണം സ്കൂളിൽ പോകാറില്ലല്ലോ. അപ്പൊ ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് എല്ലാവരും ഗ്യാങ് ആവും. പിന്നെ ഗ്യാങ് ആയി കഴിയുമ്പോൾ പിന്നെ നമ്മൾ ചെല്ലുമ്പോൾ ഇച്ചിരി ഇതായിരിക്കും. അപ്പൊ പിന്നെ അങ്ങനെ സ്കൂളിലും പോകാറില്ല. പിന്നെ ഇടയ്ക്ക് 2-3 ഫ്രണ്ട്സൊക്കെ വിളിക്കാറുണ്ട്, അങ്ങനെയുള്ളത്. അപ്പൊ ഇങ്ങനെ സ്കൂളിൽ പോവാണ്ട് പഠിക്കാണ്ട് വെക്കുന്ന സമയത്ത് സങ്കടമൊക്കെ ഉണ്ടാവലുണ്ടോ? ക്ലാസ് ഒക്കെ കണ്ട് ഞാൻ പഠിക്കും. അപ്പൊ ഓൺലൈൻ ക്ലാസ് എങ്ങനെയാ, അവർ അയച്ചു തരാണോ വീഡിയോസ്? അല്ല, ഓൺലൈൻ ക്ലാസ് നമ്മുടെ യൂട്യൂബിൽ ക്ലാസ്സസ് ഉണ്ടാവില്ല, സൈലം, അങ്ങനെ കാണാറുണ്ട്, അങ്ങനെ പഠിക്കാറുണ്ട്. അപ്പൊ എക്സാംസ് ഒക്കെയോ? എക്സാംസ് എഴുതാറുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ ഈ ക്ലാസ്സിലായതിനു ശേഷം എഴുതിയിട്ടില്ല. ക്വാർട്ടർലി എഴുതണോ വേണ്ടോ എന്നുള്ള ചിന്തയില്ല. കാരണം എനിക്കൊന്നും അറിയത്തില്ല ഞാൻ എന്തെഴുതാനോ. പഠിക്കാൻ ഇഷ്ടമാണോ? പഠിക്കാൻ ഇഷ്ടമാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ലാംഗ്വേജ് ഏതായിരിക്കും? ഇംഗ്ലീഷ് തന്നെ. അതെനിക്ക് ഹിന്ദി ഒട്ടും ഇഷ്ടമല്ല, പക്ഷെ ഇപ്പം എനിക്ക് ഹിന്ദി ഇഷ്ടം. കാരണം അത് നമ്മളില്ലേ, ഹിന്ദി അവിടെ പോയപ്പോൾ ഞാൻ 6 മാസം കൊണ്ട് ഇത്രയും പഠിച്ചില്ല. അപ്പോഴാണ് മനസ്സിലായത് ഹിന്ദി ഇത്രയും ഈസിയാണ്. ആ സമയത്തൊക്കെ എൻ്റെ ഹിന്ദി ടീച്ചർ വന്നിട്ട് പറയും ഹിന്ദി ഭയങ്കര ഈസിയാണ്, പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ പിന്നെ ഭയങ്കര ഈസി അതൊക്കെ. ആ സമയത്ത് നമുക്കൊന്നും മനസ്സിലായില്ല. പിന്നെ ഇത്രയും വേഗം പഠിച്ചെടുത്തപ്പോഴാണ് മനസ്സിലാവുന്നത് അത്രയും ഈസിയാണ്, പെട്ടെന്ന് പഠിച്ചെടുക്കാം. മോൾക്ക് സൂപ്പർ സ്റ്റാർ സിംഗറിൽ പോയ സമയത്ത് അവിടെ ജഡ്ജസിന് കിട്ടിയ ഏറ്റവും വലിയ അപ്രീസിയേഷൻ എന്തായിരിക്കും? ഇതെന്ന് പറയുന്നത് ലതാജി എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സിംഗറാണ്. ലതാജി എന്ന് പറയുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ സൂപ്പർ സ്റ്റാർ സിംഗറിൽ പാടിയിട്ടുള്ള പാട്ടുകളും ലതാജീൻ്റെയാണ്. അപ്പോൾ ഇതുപോലെ ഞങ്ങൾക്ക് ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു, ബോയ്സ് വേഴ്സസ് ഗേൾസിൽ. അപ്പോൾ അതിൽ വന്ന ഗസ്റ്റ് ടെറൻ സർ. അപ്പോൾ എൻ്റെ പാട്ട് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഈ ഒരു വേൾഡിൽ നിന്ന് നമ്മുടെ ലതാജി നമ്മളെ വിട്ടുപോയി. അപ്പോൾ പോകുന്ന സമയത്ത് ലതാജിൻ്റെ ആ ഒരു വോയിസിൻ്റെ ഒരു തൊണ്ടയും ആ ഒരു ത്രോട്ടും ലതാജിയുടെ ചിന്നൊക്കെ വിട്ടിട്ടാണ് പോയത്, അത് എൻ്റെ ഉള്ളിൽ വിട്ടിട്ടാണ് പോയതെന്നൊക്കെ പറഞ്ഞിട്ട് അത്രയും ഭയങ്കര നല്ലൊരു കമൻസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ നമുക്ക് അത്രയും സന്തോഷമായി. കാരണം ഇത്രയും വലിയൊരു ലെജൻഡ് ലതാജിയുടെ ആ ഒരു ത്രോട്ടും ആ ഒരു ചിന്നൊക്കെ എൻ്റെ ഉള്ളിൽ ലതാജി വിട്ടിട്ട് പോയി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത്രയും വലിയൊരു സന്തോഷമാണ്. പിന്നെ ഒത്തിരി കമൻസ് വരാറുണ്ട്, ചോട്ടി ലതാജിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി കമൻസ് വരാറുണ്ട്. പിന്നെ അതൊക്കെ ഒത്തിരി സന്തോഷമാണ്. പിന്നെ ഇതേപോലെ എൻ്റെ ക്യാപ്റ്റൻ ഡാനിഷ് ഭയ്യ അല്ലെങ്കിൽ നെഹു മാം ഒക്കെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ദൈവം എന്തെങ്കിലും ഒരു വരം വേണമെന്ന് ചോദിച്ചാൽ ഞാൻ ദേവീനെ പോലത്തെ മോളെ വേണം എന്നാണ് പറയുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരുപാട് സന്തോഷമുള്ള മൊമെൻറ്റ്സാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട സിംഗർ ലതാജി തന്നെയാണോ? ലതാജി തന്നെ. വേറെ ആരെങ്കിലും?
വേറെ നമ്മൾ മലയാളത്തിലെ ചിത്രാമ്മ ഭയങ്കര ഇഷ്ടമാണ്. ആദ്യത്തെ എൻ്റെ പാട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിത്രാമ്മയുടെ കുട്ടി ചിത്രാമ്മയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മോൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മ്യൂസിക് ഡയറക്ടർ ആരായിരിക്കും? മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എം ജയചന്ദ്രൻ എം ജയങ്ങളിലെ ആ ഒരു പാട്ടിൻ്റെ ആ ഒരു ഫീലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എം ജയങ്ങൾ എപ്പോഴും മെസ്സേജ് അയക്കാറുണ്ട്, പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് നല്ലതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മെസ്സേജൊക്കെ അയക്കാറുണ്ട്. ഓക്കെ, നമുക്ക് വേണ്ടിയിട്ട് ഇനിയൊരു തമിഴ് പാട്ട്. இதுவரைக்கும் தனியாக என் மனசு அலைய விட்டாயே எதிர்பார நிறத்தில இதயத்தில வளைய விட்டாயே நீ வந்து வந்து போய அந்த அலைகளை போல வந்து கையில மாட்டிக்குவ வளையல போல உன் கண்ணு கேத்த அழக ஒரு காட்டிரடா கொஞ்சம் உன்னை படியே தந்தாலும் தித்திக்குமே நெஞ்சம் என்ன கொஞ்சம் நேரம் இருந்தாதா என்ன അവസര ചൊല്ല് കണ്ണേ. ഓക്കെ, അടിപൊളി. ഓക്കെ, സൂപ്പർ സ്റ്റാർ സിംഗർ കഴിഞ്ഞ സമയത്ത് ആദ്യമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് സെലിബ്രിറ്റി ആരായിരിക്കും? ആദ്യമായിട്ട് കോണ്ടാക്ട് ചെയ്തത് ഞാൻ പോകുന്ന സമയത്തെ ഓഡിഷൻ കിട്ടിയെന്ന് അറിഞ്ഞപ്പോഴേ എം ജയചന്ദ്രൻ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഞാനൊരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. ആ പാട്ട് എനിക്ക് ഫോർവേഡ് ചെയ്തിട്ട് നന്നായിട്ട് പാടിയെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അതിന് ശേഷം പിന്നെ നമ്മുടെ മലയാളത്തിലെ ഏറ്റവും വലിയ ആക്ടർ സിദ്ദിഖ് അങ്കിൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും മെസ്സേജ് അയക്കാറുണ്ട്. എൻ്റെ ആദ്യത്തെ പാട്ട് കേട്ടിട്ട്, തേരെ മേരെ എന്ന് പറഞ്ഞൊരു പാട്ട് കേട്ടിട്ട് മെസ്സേജ് അയച്ചു. പിന്നെ ഞങ്ങൾ എപ്പോഴും മെസ്സേജ് അയക്കാറുണ്ട്. ഇതേപോലെ ഒരുപാട് എൻ്റെ പാട്ടുകളൊക്കെ കേട്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് കാണണം എന്നൊക്കെ പറഞ്ഞ് മെസ്സേജൊക്കെ അയക്കാറുണ്ട്. അതും ഒരുപാട് സന്തോഷമാണ്. ദേവിക്കുട്ടിയുടെ ഈ ഒരു വിജയത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച 2 വ്യക്തികൾ. ഹലോ ചേച്ചി, പേരെന്താ? ഷാരി. ചേട്ടന്റെ പേരെന്താ? സുരേഷ്. ഓക്കെ, എന്താ ചേച്ചി ചെയ്യുന്നത്? ഞാനിവിടെ ഒരു സ്കൂളിൽ ടീച്ചറാണ്. ഇപ്പം സ്കൂളിൽ പോകുന്നില്ല, മോളെ കൂടെ ഇങ്ങനെ പാട്ടൊക്കെ ആയി പോവാം. എപ്പോഴും മോളുടെ കൂടെയാണ്. ചേട്ടൻ എന്താ ചെയ്യുന്നത്? കോഴിക്കോട് ലേബർ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നതാണ്. കോഴിക്കോട്. ചേട്ടൻ പോകാൻ പറ്റാറുണ്ടോ? ഞാൻ 2-3 പ്രാവശ്യം പോയിട്ടുണ്ട് മോളെ പ്രോഗ്രാമിന് അവിടെ മുംബൈയിൽ. ബാക്കി എല്ലാ ടൈമിലും ചേച്ചി തന്നെയാണ്. വൈഫാണ്. ഓക്കെ, അപ്പൊ മോള് പറഞ്ഞു ലാംഗ്വേജ് ഒക്കെ ഭയങ്കര സീനായിരുന്നു, എങ്ങനെ ഹാൻഡിൽ ചെയ്തു? കഷ്ടപ്പാടാ. കുറച്ച് ഹിന്ദി, കുറച്ച് ഇംഗ്ലീഷ്, ബാക്കി ആക്ഷൻ. അങ്ങനെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോയി. ആദ്യം 2-3 മാസമൊക്കെ നല്ല കഷ്ടപ്പാടാ. നമുക്ക് ഈ ഷൂട്ടിനൊക്കെ പോകുന്ന സമയത്താണ് കഷ്ടപ്പാട്. അവർ പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാവില്ല. അപ്പം എല്ലാവരും എന്താണോ ചെയ്യുന്നത് അതുപോലെ ഞാനും ചെയ്ത് അങ്ങനെ ഒപ്പിച്ചു പോയി. എന്നിട്ട് അവിടെ പോയിട്ട് എന്തെങ്കിലും അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടായിരുന്നോ? അബദ്ധം പറ്റിയിട്ടുണ്ട്. ഒരു ദിവസം അമ്മ ഉണ്ടല്ല താലിയ മത് ബജാവോ എന്ന് പറഞ്ഞു അവര് എന്ന് പറഞ്ഞാൽ കൈ അടിക്കരുതെന്ന്. അപ്പൊ അമ്മ താലിയത് മാത്രം കേട്ടോ കിടന്ന് കൈ അടിച്ച്. അപ്പൊ കുശിനെ അയ്യോ കൈ അടിക്കരുതെന്നാ പറഞ്ഞ. എല്ലാരും കൈ അടിക്കുന്നുണ്ട്, കൈ അടിക്കും. ആരും കൈ അടിക്കുന്നില്ല, ഇല്ല. എല്ലാരും കൈ അടിച്ച് ചിരിക്കുമ്പോ ഞാനും കൈ അടിച്ച് ചിരിക്കും. ആദ്യമൊക്കെ അങ്ങനെയായിരുന്നു. സ്റ്റേജില് ഈ കമന്റ്സ് ഒന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പം നല്ല കമൻസ് പറയുമ്പോൾ എല്ലാവരും കൈയടിച്ച് ചിരിക്കുമല്ലോ. അപ്പം ഞാനും കൈയടിച്ച് പാവും, നല്ല കമൻസാണ്. അങ്ങനെ ആദ്യമൊക്കെ. പിന്നെ കുറച്ച് മനസ്സിലായി. മോളുടെ ഇങ്ങനെ ഒരു കഴിവ് എപ്പോഴാണ് മനസ്സിലാക്കിയത്? കുഞ്ഞായിരിക്കുമ്പോഴേ പാട്ട് കേൾക്കാൻ നല്ല ഇഷ്ടമാണ്. ഒരു 1.5 വയസ്സൊക്കെ ഉള്ളപ്പം നമ്മൾ പാട്ട് വെച്ചു കൊടുത്ത് അതിങ്ങനെ കേട്ടിരിക്കും. പിന്നെ ലിറിക്സ് അറിയില്ലെങ്കിലും ആ ട്യൂണിൽ പാടും. ഇങ്ങനെ മോളി ട്യൂണ് പാടി തുടങ്ങി. അപ്പോഴാണ് നമുക്ക് എന്തോ ഒരു കഴിവുണ്ടെന്ന് മനസ്സിലായത്. പിന്നെ കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞപ്പോൾ പാട്ട് കേട്ടേ ഉറങ്ങും. തൊട്ടിൽ ഉറങ്ങുമ്പോൾ പാട്ട് എപ്പോഴും ഓഫ് ചെയ്യുന്നു അപ്പോൾ ഉണരും. അങ്ങനെയായിരുന്നു ആദ്യം ചെറുപ്പത്തിൽ. അങ്ങനെ പാട്ടിനോട് നല്ല താല്പര്യം. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച്. ഓക്കെ, അപ്പോൾ അവിടെ എന്തെങ്കിലും സ്ട്രഗിളോ കാര്യങ്ങളോ ഉണ്ടായിരുന്നോ അവിടെ പോയ സമയത്ത്? കുറച്ച് കഷ്ടപ്പാടൊക്കെ എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ നമ്മൾ നോർത്തല്ലേ അവിടെ. ഇപ്പോൾ ഫുഡിൻ്റെതാണെങ്കിലും പിന്നെ ഈ ഭാഷേൻ്റെ കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ട്. പിന്നെ നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണല്ലോ എന്ന് വെച്ചാൽ നമ്മളെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത്. ഫുഡിന്റെ കാര്യം ചോദിച്ച സമയത്താണ്, ഫുഡ് എങ്ങനെയായിരുന്നു അവിടെ? ഫുഡ് നമുക്ക് ഇവിടെ ചോറ് കറി അതൊക്കെയല്ലേ. അവിടെ ഫുൾ എപ്പോഴും ചപ്പാത്തി ദാൽ കറി. മോള് കഴിക്കായിരുന്നു ഫുഡൊക്കെ?
ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആദ്യം നമ്മുടെ ഈ തേപ്പില എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഈ നമ്മുടെ ചപ്പാത്തി ഭയങ്കര കറുകറുമാതിരാക്കിയിട്ട് അതിനകത്ത് മൊത്തം മല്ലിയിലൊക്കെ ഇട്ട് അയ്യോ എൻ്റെ ദൈവമേ, അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ബാക്കിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. അതുള്ള ദിവസം വലിയ ബ്രെഡൊക്കെ കഴിച്ചു മതി അഡ്ജസ്റ്റ് ചെയ്യും. അവിടെ എന്തെങ്കിലും ഫുഡിന്റെ ഇഷ്യൂസോ കാര്യങ്ങളോ അതൊന്നുമില്ല? മീൻസ് കഴിച്ചിട്ട് എന്തെങ്കിലും ഫുഡ് പോയ്സണോ അങ്ങനെ എന്തെങ്കിലും ഇല്ല? പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ മോളുടെ ഈ ഒരു കഴിവ് ഇവിടുന്ന് അച്ഛന്റെ സൈഡിൽ നിന്നാണോ അല്ലെങ്കിൽ അമ്മേന്റെ സൈഡിൽ നിന്നാണോ? അങ്ങനെയൊന്നുമില്ല. നമ്മളെ രണ്ട് സൈഡിലും ഭാര്യയുടെ അനിയത്തി പാടും, പിന്നെ എന്റെ ജ്യേഷ്ഠൻ പുള്ളിയും ഒരു പാട്ടുകാരനാണ്. എന്റെ അച്ഛനും പാടും, പിന്നെ ഭാര്യയുടെ അച്ഛനും പാടും. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ കഴിവും കൂടി എല്ലാവരുടെയും കഴിവ് നമുക്ക് കിട്ടിയതായിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. ചേട്ടൻ പാടുവോ? ഞാൻ പാടില്ല. പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് മുതലേ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ പാടാറില്ല. ഇല്ല. സൗണ്ട് ഭയങ്കര ഒന്ന് ട്രൈ ചെയ്ത് പാടാനൊക്കെ പറ്റും? അയ്യോ വേണ്ട. കാറിലൊക്കെ പാട്ട് വയ്ക്കുമ്പോ അതിന്റെ കൂടെ പാടും. ശബ്ദം കേൾക്കും. മോളെ കൂടെ പാടാറുണ്ടോ? ഒരു പ്രാവശ്യം ടോപ്പ് സിംഗറിൽ ഇതേമാതിരി ഞാൻ പാട്ട് പാടുമ്പോൾ അമ്മ പുറകെ ഇരുന്നിട്ട് ആ ഡാൻസേഴ്സിൻ്റെ അതേ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എന്നെ സർപ്രൈസ് ചെയ്ത് വന്നൊരു സമയത്ത് അന്ന് MG ഒരു പാട്ട് പാടാൻ നിർബന്ധിച്ചപ്പോൾ ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. 3 പേരും കൂടി ഒരു പാട്ട് ശ്രമിക്കാം. കുഞ്ഞു പാടിക്കാം. നമ്മള് ജസ്റ്റ് തന്നെ കൂടെ മൂളാം. കണ്ണാന്തുമ്പി തുടങ്ങിക്കാം. കണ്ണാന്തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതെ പൂക്കാലം കളിയാടാമീ കിളിമരത്തണലോരം, കിളിയാടാമീ കിളിമരത്തണലോരം, കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ. അടിപൊളി. ഞാൻ വിചാരിച്ചു പറഞ്ഞപ്പോ അപ്പൊ ഒരു ഗമട്ടതാണല്ലേ. മോള് കേട്ടിട്ടില്ലേ? മാപ്പിളപ്പാട്ടൊക്കെ പാടാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മാപ്പിളപ്പാട്ടൊക്കെ പഠിക്കുമ്പോ കരോക്കെ വെച്ച് പാടുമ്പോ കുഞ്ഞിയുടെ മാപ്പിളപ്പാട്ട് കൈയൊക്കെ കൊട്ടിയിരുന്നു. ഓക്കെ, അപ്പൊ അച്ഛന് മാപ്പിളപ്പാട്ടൊക്കെ പാടുന്നു കേട്ടോ. എല്ലാരും കൂടെ ഒരു മാപ്പിളപ്പാട്ട്. കൂടമുള്ള ചിരിയുള്ള കുയിലിന്റെ സ്വരമുള്ള പുതു പുതു മണവാട്ടി, അരിമുല്ലക്കുന്നിന്റെ അഴകേറും പൂമാരൻ, ഇതാ 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 വരുന്നേ പെണ്ണേ, ഇതാ 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 വരുന്നേ. കൂടമുല്ലച്ചിരിയുള്ള കുയിലിന്റെ സ്വരമുള്ള പുതു പുതു മണവാട്ടി, അരിമുല്ലക്കിനാവിലെ അഴകേറും പുതുമാരൻ, ഇതാ 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 വരുന്നേ പെണ്ണേ, ഇതാ 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 വരുന്നേ. അടിപൊളി. മോൾക്ക് അച്ഛൻ പാടുന്നത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നോക്കുന്നുണ്ട്, അതാ ഇടയ്ക്കിടയ്ക്ക് നിർത്തി നോക്കുന്നേ. ചേട്ടന് അവിടെ വർക്ക് ചെയ്യുന്ന സ്ഥലത്തൊക്കെ എങ്ങനെയാ? മോക്കിങ്ങനെ കിട്ടിയ സമയത്ത്, വിന്നറായ സമയത്ത് എങ്ങനെയായിരുന്നു അവിടുത്തെ ആൾക്കാർ? എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ, അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കൾ, എല്ലാവരും ഭയങ്കര സന്തോഷമാണ്. അത് മാത്രമല്ല, ഇതിൻ്റെ വോട്ടിങ്ങിൻ്റെ സമയത്തൊക്കെ നമ്മളെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ, അവർ കുറേ ആളുകളെ കൊണ്ട് വോട്ടൊക്കെ ചെയ്യിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ മോളെ പാട്ടിൻ്റെ ലിങ്ക് വരുമ്പോൾ അതിൽ പോയിട്ട് മോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, ഷെയർ ഒക്കെ ചെയ്യും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട്, മോളെ വിളിച്ചിട്ട് എപ്പോൾ ഇങ്ങനെ എൻകറേജ് ചെയ്ത് കൊടുക്കുന്ന എല്ലാവരും അപ്പം വളരെ സപ്പോർട്ടീവാണ് എല്ലാവരും. അപ്പോൾ ചേട്ടൻ്റെ ഫാമിലി, ചേച്ചിയുടെ ഫാമിലിയൊക്കെ എങ്ങനെയാണ്? ഫാമിലി ഞങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ട്. അതിലൊക്കെ എല്ലാവരും നല്ല സപ്പോർട്ടാണ്. എല്ലാവരും വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്യും. അതുപോലെ തന്നെ മോളെ തന്നെ ഒരു ഫാൻസ് ഗ്രൂപ്പ് ഉണ്ട് വാട്സപ്പിൽ, ഫേസ്ബുക്കിൽ, കൂടാതെ വാട്സപ്പിൽ പിന്നെ മോളെ കൂടെ എപ്പോഴും കട്ടക്ക് നിൽക്കുന്ന ആളുകൾ, കുറെ ആളുകൾ സിംഗറിൽ പാടുന്ന സമയത്ത് തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അവരാണ് മോളെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. ഏത് സമയത്തും മോൾക്ക് എന്താവശ്യത്തിനും പിന്നെ കൂടെ നിൽക്കുന്ന ആളുകൾ. ഇപ്പം തന്നെ അസുഖം വന്നപ്പോൾ അവരെല്ലാവരും വിളിക്കുകയും ഹോസ്പിറ്റലിൽ വരികയും കാണാനൊക്കെ വരികയും റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ മുംബൈയിൽ നിന്ന് പ്രോഗ്രാം കഴിഞ്ഞ് വടകര റെയിൽവേ സ്റ്റേഷനിലായിരുന്നു ഇറങ്ങിയത്. ആ ഫാൻസ് ഗ്രൂപ്പിന്റെ മുഴുവൻ ആളുകൾ അവിടെ വന്ന് പിന്നെ മോളെ പിന്നെ എന്താണ് ബൊക്കെ കൊടുത്തു, ആരാർപ്പണം നടത്തി.
ഒക്കെ സ്വീകരിച്ചു. അതുപോലെ തന്നെ ഒരു മൊമെന്റം നൽകി. ഭയങ്കര നല്ലൊരു അനുഭവമായിരുന്നു. ഭയങ്കര സന്തോഷമാണ്. എപ്പോഴും കൂടെ നിൽക്കുന്ന ആളുകളാണ് എല്ലാവരും. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഹാപ്പിയാണ്. മോൾ ഇത്രയും ചെറു പ്രായത്തിൽ തന്നെ പാൻ ഇന്ത്യ അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റി ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ ഒരു ഫീലിങ്സ് എങ്ങനെയായിരിക്കും? ഒരുപാട് സന്തോഷം, ഭയങ്കര സന്തോഷമാണ്. ആദ്യം തന്നെ പറയാം, അതായത് ഇത്രയും വലിയൊരു ചാനലിൽ, അതായത് സോണി TV പോലുള്ളൊരു അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ചാനലാണ്. ആ ചാനലിൽ പിന്നെ എന്താണ്, ഒരു റിയാലിറ്റി ഷോയിൽ, മ്യൂസിക് റിയാലിറ്റി ഷോയിൽ ഏകദേശം ഞാൻ മനസ്സിലാക്കുന്നത് 30,000-ലധികം പിന്നെ പാട്ട് പാടുന്ന കുട്ടികൾ വിവിധ ഘട്ടങ്ങളിൽ പിന്നെ ഓഡിഷനിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ 15-നും പിന്നീട് 9 ഫൈനലിസ്റ്റൊക്കെ ആയത് വലിയ സന്തോഷം തരുന്ന കാര്യമാണ്. മാത്രമല്ല ഒരുപാട് വലിയ വലിയ ആളുകളായിട്ട് പരിചയപ്പെടാൻ കഴിഞ്ഞു. ഇപ്പോൾ ഉദിത് നാരായൺ സാർ, അതുപോലെ തന്നെ കുമാർ സാൻ സാർ, ഇവരോടൊക്കെ പാടാനുള്ള ഒരു അവസരം, അത് നമ്മൾ ആരും ആഗ്രഹിച്ചു പോകുന്ന ഒരു ഏത് പാട്ടുകാരായാലും ആഗ്രഹിച്ചു പോകുന്നൊരു കാര്യമാണ്. അപ്പം ഈ ഒരു അവസരമൊക്കെ നമുക്ക് വലിയ മഹാഭാഗ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല നല്ല ഗ്രൂമേഴ്സ് ഉണ്ട്, അവിടുത്തെ ക്യാപ്റ്റൻസ്, ഗ്രൂമേഴ്സ് എടുത്തു പറയേണ്ടത് ഗ്രൂമേഴ്സിൻ്റെ ആണ്. ഹിന്ദി ഒരു വകയെ അറിയില്ലായിരുന്നു മോക്ക്. ഹിന്ദി അറിയാത്ത മോളെ ഹിന്ദി പാട്ട് നല്ലൊരു എക്സ്പേർട്ട്, നല്ലൊരു ഹിന്ദി പാട്ടുകാരിയാക്കി മാറ്റിയതിൽ അവിടുത്തെ ഗ്രൂമേഴ്സിന് വലിയ പങ്കുണ്ട്, ക്യാപ്റ്റൻസിന്. അതുപോലെ തന്നെ നേഹ മാഡം, ഇവരൊക്കെ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. കാരണം ചോട്ടി ലതാജി എന്നാണ് മോളെ അറിയപ്പെടുന്നത്. മോളെ സൗണ്ടിന്, മോളെ ആ ഫീലിങ്, പാട്ടിലെ ഫീലിങ്സ്, ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. നമ്മൾ മലയാളികളെക്കാളും കൂടുതൽ മലയാളികളോടൊപ്പം തന്നെ ഇന്ന് ഹിന്ദി മേഖലയിലുള്ള ആളുകൾ, പുറത്തു നിന്നുള്ള ആളുകളൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭയങ്കര അഭിമാനം തോന്നുന്നുണ്ട് ഈ ഒരു ഘട്ടത്തിൽ. അപ്പം വീട്ടിലേക്ക് ഏതോ ഒരു ക്യാപ്റ്റൻ വന്നു കേട്ടു. ആരായിരുന്നു വന്നത്? ശൈലി ദീദി. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ? അത് എനിക്ക് ഭയങ്കര ഷോക്കായിപ്പോയി. അത് എൻ്റെ ഫസ്റ്റ് ഓഡീഷൻ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിവിടെ നാട്ടിൽ ഒരു വീടൊക്കെ ഷൂട്ട് ചെയ്യാൻ വരുമല്ലോ, അപ്പോൾ അങ്ങനെ വന്നതാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ പാട്ട് പഠിക്കുന്നത് ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് സ്കൂളിലേക്ക് പോയി. അപ്പോൾ ഇവരെല്ലാവരും കൂടെ പ്ലാൻ ചെയ്തത്. എനിക്കറിയത്തേ ഇല്ലായിരുന്നു. ഞാൻ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ശൈലി ദീദി മറ്റേ സ്റ്റേജിലൊക്കെ കാണുന്ന മാതിരി നല്ല അടിപൊളി ഡ്രസ്സും മേക്കപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നടന്നു വരും. ഞാൻ ആകെ ഞെട്ടിപ്പോയി. അപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ അമ്മയടുത്തൊന്നും പറയേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മേനെ അച്ഛനെയൊക്കെ സർപ്രൈസ് ആക്കി. വീട്ടിൽ ആ സമയത്ത് എൻ്റെ അമ്മമ്മ എല്ലാവരും ഉണ്ടായിരുന്നു, ഫാമിലിയൊക്കെ. അപ്പോൾ എല്ലാവരും കണ്ട് ഫുൾ കരച്ചിലൊക്കെ ആയി. ഭയങ്കര സന്തോഷം. പിന്നെ ഇവിടെ അമ്പലത്തിലൊക്കെ പോയി. ഇവിടെ അമ്പലത്തിൽ ഉത്സവം നടക്കുന്നു, അപ്പോൾ അവരവിടെയൊക്കെ പോയി എല്ലാവരും ഹാപ്പി. അപ്പം ഇപ്പം ചെറിയൊരു കുട്ടിയുടെ പേരിലാണ് നിങ്ങൾ അച്ഛനും അമ്മയും അറിയപ്പെടുന്നത്. ഭയങ്കര സന്തോഷമുണ്ട് അല്ലേ? ഒരുപാട് സന്തോഷം. ശരിക്കും ചേട്ടന്റെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മളിപ്പോ അറിയുന്ന ദേവൻ, പിന്നെ എന്റെ പേര് സുരേഷ് എന്ന പേരിലല്ല ഞാൻ അറിയുന്നത്. ദേവനശ്രീയുടെ അച്ഛനാണ്. എല്ലാ സ്ഥലത്തും ദേവനശ്രീയുടെ അച്ഛനല്ലേ എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അത് ഒരുപാട് സന്തോഷമാണ്. മലയാളത്തിന്റെ പ്രശസ്തി തന്റെ പാട്ടിലൂടെ ലോകമെമ്പാടും എത്തിച്ച ശ്രീകുട്ടിയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇത്രയും തന്നെ കേട്ടുകൊണ്ടിരുന്നത്. അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന അച്ഛനും അമ്മയ്ക്കും പ്രത്യേകം ആശംസകൾ അറിയിക്കുന്നു. അപ്പൊ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.